ലേഖനം 13-ാം അധ്യായം പറയുന്നു, Hebrews chapter 13 says, നന്മ ചെയ്യുന്നതിൽ മടുക്കരുത്. Don't be tired of doing good. എഫേസ്യൻസ് 4:28 പറയുകയാണ്. Ephesians 4:28 says, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. പൗലോസ് പറയുവാണ്, Paul is saying, നീ അധ്വാനിക്കണം. You should work hard. നിനക്ക് ആവശ്യത്തിന് വേണ്ടതെല്ലാം അതെടുത്തിട്ട്, and after you meet the needs of your own, എന്നിട്ട് മുട്ടുള്ളവർ കൂടെ നീ കൊടുക്കണം. then you help those who are in need. സങ്കീർത്തനം 41:1 പറയുക, 41 verse 1 of Psalm says, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. the man who is generous to the poor is blessed by God. അടുത്ത വാക്യം നിങ്ങൾ കാണാതെ പോകരുത്. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. In the day of distress he will remember the one who helps the poor. എന്ന് വെച്ചാൽ ഡോക്ടർ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. This is what I understood. എളിയവനെ നീ ആദരിക്കുമ്പോൾ, if you honor the poor, നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, when you face a crisis, 50,000 ആണെങ്കിൽ 50 രൂപയിൽ ദൈവം അത് ഒതുക്കും. 50 രൂപ കൊടുക്കേണ്ടിയും പോലെ വരാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ എളിയവർക്ക് വേണ്ടി ചെയ്യുന്നത് അവൻ മാനിക്കുന്ന ദൈവമാണ്. He honors your charity to the poor, so in your crisis he will deal with all your needs, however big it is. എല്ലാവരുടെയും വലങ്കരങ്ങളൊന്ന് കാണട്ടെ. Hallelujah. എല്ലാവരുടെയും വലങ്കരങ്ങൾ. Let me see your right hand. യേശുവിന്റെ നാമത്തിൽ those who are watching us online, ഈ കരങ്ങളിലൂടെ these hands that you are lifting up, ആയിരങ്ങൾക്ക് കൊടുക്കാം. help us to manage രാജ്യങ്ങൾക്ക് കൊടുക്കാം. help us to give to the nations, help us to give to nations. പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ, just like the prophet, അനേക സഭകൾ പണിയുവാൻ, so that we can build so many churches, അനേക ദൈവദാസന്മാരെ ഹെൽപ്പ് ചെയ്യുവാൻ, to help many men of God. കരങ്ങളിൽ ഉണ്ടാകട്ടെ. Let it come upon us. ഓ, അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞ